Enzymes. A living organism is a curious biochemical factory. It is an open steady-state system in which a lot of biochemical reactions take place for the maintenance of life processes. ലൈഫിന്റെ രണ്ട് ഫണ്ടമെന്റൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒന്ന് സ്വയം റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുക, രണ്ടാമത്തത് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ എഫിഷ്യന്റ് ആയിട്ട് കാറ്റലൈസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പം ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ക്യൂരിയസ് ബയോകെമിക്കൽ ഫാക്ടറി ആണെന്ന് പറയാം. ജീവൽ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. These reactions are mediated by biological catalysts called enzymes, and many of them are controlled and coordinated by hormones and vitamins. The reactions ഒക്കെ mediate ചെയ്യുന്ന biological catalyst ആണ് enzymes. പല എൻസൈംസും കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഹോർമോൺസും വൈറ്റമിൻസും ഒക്കെയാണ്. Uncatalyzed organic reactions are slow and sluggish, and enzymes can accelerate them and control their rate. Uncatalyzed reactions, ഇപ്പം നമ്മൾ സൂക്രോസ് അഥവാ ടേബിൾ ഷുഗർ കൺവേർട്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. CO2, H2O. തെർമോഡൈനാമിക്കലി ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാലും നമ്മൾ ഷുഗറിന്റെ ഒരു ബാഗ് ഷെൽഫിൽ വെച്ചാൽ ഇത് വേണമെങ്കിൽ വർഷങ്ങളോളം CO2ഉം H2O ആയിട്ട് മാറാതെ നിൽക്കും. പക്ഷെ ഇത് നമ്മൾ കഴിക്കുവാണെങ്കിൽ വിത്തിൻ സെക്കൻഡ് അതിൽ നിന്നുള്ള എനർജി റിലീസ്ഡ് ആവും. ഇതാണ് കാറ്റലിസിസ് എന്ന് പറയുന്നത്. ഇനി അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആണെങ്കിൽ അത് വളരെ സ്ലോ ആയിരിക്കും. The substance upon which enzymes act are called substrates. ഏത് സബ്സ്റ്റൻസ് ആണോ എൻസൈംസ് ആക്ട് ചെയ്യുന്നത് അതാണ് substrate. In living system, many enzymes do not act independently, but in active teams or chains with mutual control and coordination. Such enzyme groups are called multi-enzyme systems. നമ്മളൊരു ലിവിങ് സിസ്റ്റം എടുത്താൽ പല ലൊക്കേഷൻസിലായിരിക്കും ഒരുപാട് എൻസൈംസ് പൊസിഷൻ ചെയ്തിട്ടുണ്ടാവാം. ഈ എൻസൈംസ് പലപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്, ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു ചെയിൻ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവാം വിത്ത് മ്യൂച്വൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇങ്ങനെയുള്ള എൻസൈം ഗ്രൂപ്പിനെയാണ് നമ്മൾ മൾട്ടി എൻസൈം സിസ്റ്റംസ് എന്ന് പറയുന്നത്. They bring about chains of interrelated and sequential reactions known as metabolic pathways. In such pathway, the product of one reaction forms the substrate of the next reaction. ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് ചെയിൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ആൻഡ് സീക്വൻഷ്യൽ റിയാക്ഷൻസ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ മെറ്റാബോളിക് പാത്വേസ് എന്ന് പറയും. ഇങ്ങനെയുള്ള പാത്വേസിൽ ഒരു റിയാക്ഷന്റെ പ്രൊഡക്റ്റ് മറ്റൊരു റിയാക്ഷന്റെ സബ്സ്ട്രേറ്റ് ആയിരിക്കും. Some enzymes exist as active functional complexes called multi-enzyme complexes to catalyze multi-step reactions. Example, pyruvic acid dehydrogenase complex. ഇനി മറ്റു ചില എൻസൈംസ് ഉണ്ട്, ഇത് ഒരുമിച്ച് കൂടി ഒരു കോംപ്ലക്സ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ്, അല്ലെങ്കിൽ ഒരെണ്ണം കൂടിയുള്ള ഫാറ്റി ആസിഡ് സിന്തറ്റേസ് കോംപ്ലക്സ്. Some enzymes are present always as normal cellular constituents. They are called constitutive enzymes. Others are produced only when their substrates are available. They are called inducible enzymes. Enzymes തന്നെ രണ്ട് തരത്തിലുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈംസും ഇൻഡ്യൂസിബിൾ എൻസൈംസും. നോർമലി ഒരു സെല്ലിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന എൻസൈംസ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈംസ്. ഇൻഡ്യൂസിബിൾ എൻസൈംസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് എപ്പോൾ അവൈലബിൾ ആണോ അപ്പം മാത്രം പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അടുത്തത് എക്സ്ട്രീമോസൈംസ്. Extremozymes or high temperature enzymes are the enzymes which function optimally under extreme conditions of temperature, pH, etc. Example,
sulfur reducing bacteria. These bacteria grow and divide at optimum rate well above 100 degrees Celsius, and their enzymes are most active above 100 degrees Celsius. Extreme temperature അല്ലെങ്കിൽ extreme ആയിട്ടുള്ള pHൽ വർക്ക് ചെയ്യുന്ന enzymes ആണ് extremozymes. സൾഫർ റിഡ്യൂസിങ് ബാക്ടീരിയയിൽ കാണുന്ന എൻസൈംസ് ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഈ എൻസൈംസ് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ആക്റ്റീവ് ആയിരിക്കും. Abzymes. Abzymes are catalytic antibodies which can function as enzymes to catalyze specific biochemical reactions. They are inducible enzymes produced only in response to the presence of specific antigenic molecules. ഇത് ആന്റിജനിക് മോളിക്യൂൾസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആന്റിബോഡീസ് ആണ്. ഇതിനെയാണ് നമ്മൾ ആബ്സൈൻസ് എന്ന് പറയുന്നത്. Ribozymes. Ribozymes or RNA enzymes are the catalytic or autocatalytic RNA molecules with sequence-specific cleavage activity. They have been detected in viruses, plants, and mammals. രണ്ട് major classes of enzymes ഉണ്ട്. റൈബോസൈംസും പ്രോട്ടീനീഷ്യസ് എൻസൈംസും. ഈ റൈബോസൈംസ് വൈറസസിലും പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓട്ടോ കാത്തലറ്റിക് പ്രോപ്പർട്ടി ഉള്ള RNA മോളിക്യൂൾസ് ആണ് റൈബോസൈംസ് എന്ന് പറയുന്നത്. RNA മോളിക്യൂൾസ് തന്നെയാണ്, പക്ഷെ ഓട്ടോ കാത്തലറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. The catalytic property of RNA was first reported by Sidney Altman, Thomas Sech, Song, and Grabowski in 1982. ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് സിഡ്നി ഓൾട്ട്മാൻ, തോമസ് വെച്ചർ, സോങ് ആൻഡ് ഗ്രാബോസ്കി ഇവരൊക്കെയാണ്. ഇതിന് 1989 ഇവർക്ക് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. The substrate of ribozymes are mostly RNA molecules. റൈബോസൈംസിന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് RNA molecules ആണ്. ഇനി എക്സാമ്പിൾ പറയുവാണെങ്കിൽ റൈബോന്യൂക്ലിയസ് ടി, സെൽഫ് സ്പ്ലൈസിംഗ് rRNA ഓഫ് ടെട്രാഹെമീനിയ തെർമോഫീലിയ, ഇതൊക്കെയാണ് എക്സാമ്പിൾ റൈബോസൈംസിന്. Proteinaceous enzymes. Proteinaceous enzymes are electrically charged proteins with a very high molecular weight. Based on the molecular complexity, two kinds of enzymes can be recognized: simple enzymes and complex enzymes. High molecular weight ഉള്ള electrically charged proteins ആണ് proteinaceous enzymes എന്ന് പറയുന്നത്. ഇനി molecular complexity അനുസരിച്ച് രണ്ട് തരത്തിലുള്ള enzymes ഉണ്ട്: simple enzymes ഉം complex enzymes ഉം. Simple enzymes are simple proteins. Simple enzymes എന്ന് പറയുന്നത് simple proteins ആണ്. A conjugated or complex enzyme is known as a hollow enzyme. It consists of a protein part and a non-protein part. The protein part is known as apoenzyme and the non-protein part the cofactor. Complex അല്ലെങ്കിൽ conjugated enzymes നെ നമ്മൾ hollow enzymes എന്നാണ് പറയുന്നത്. ഇതിനൊരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. പ്രോട്ടീൻ പാർട്ടിനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് പറയുന്നത്. നോൺ പ്രോട്ടീൻ പാർട്ടിന് കോഫാക്ടർ എന്നും പറയും. Cofactors are either inorganic ions Na+, K+, Mg2+, Mn2+, Fe2+, Zn2+, CO2+, etc. or organic cofactors coenzyme A, coenzyme Q, NAD, FAD, etc. കോഫാക്ടർ എന്ന് പറയുന്നത് ഇനോർഗാനിക് അയോൺസോ അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസോ ആവാം. ഓർഗാനിക് കോഫാക്ടേഴ്സ് ആർ ജനറലി കോൾഡ് കോഎൻസൈംസ്. ഇനി ഓർഗാനിക് കോഫാക്ടറിനെ ജനറലി പറയുന്നത് കോഎൻസൈംസ് എന്നാണ്. കോഎൻസൈംസിന് എക്സാമ്പിൾ ആണ്
coenzyme A, coenzyme Q, NAD, FAD, etc. Some coenzymes or metallic ions remain tightly and covalently bound to their opposites. They are called prosthetic groups. Example, iron porphyrin complex of cytochromes and hemoglobin. ചില കോഎൻസൈംസ് അപ്പോ എൻസൈംസ് ആയിട്ട് ടൈറ്റ്ലി ബോണ്ട് ആയിരിക്കും. ഇതിനാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ഹീമോഗ്ലോബിന്റെയും സൈറ്റോക്രോംസിന്റെയും ഒക്കെ അയൺ porphyrin കോംപ്ലക്സ്. Coenzymes are of two major groups, namely those participating in redox reactions which involves the transfer of hydrogen atom or electrons. Example, NAD, NADP, FAD, FMN, etc. And those taking part in reactions which involve the transfer of chemical groups. Example, coenzyme A, TPP, biotin, etc. ഈ കോഎൻസൈംസ് തന്നെ രണ്ട് മേജർ ഗ്രൂപ്പ്സ് ഉണ്ട്. ഒന്ന് റിഡോക്സ് റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തത് ഏതെങ്കിലും കെമിക്കൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിൽ റിഡോക്സ് റിയാക്ഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്ത് ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ് NAD, NADP, FAD, FMN ഇതൊക്കെ. കെമിക്കൽ ഗ്രൂപ്പ്സിനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് എക്സാമ്പിൾ ആണ് coenzyme A, TPP, biotin, etc. അടുത്തത് isoenzymes. Isoenzymes or isozymes are the molecular variants or polymorphic forms of an enzyme. They have the same or similar biological function but different molecular structure. Example, lactic acid dehydrogenase, hexokinase, glucose phosphate dehydrogenase, etc. Similar biological functionും different molecular structureും ഉള്ള എൻസൈംസ് ആണ് ഐസോഎൻസൈംസ് അല്ലെങ്കിൽ ഐസോസൈംസ്. ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജനേസ്, ഹെക്സോകൈനേസ് ഒക്കെയാണ് എക്സാമ്പിൾ. Functional organization of enzymes. The specific site of an enzyme for binding with the substrate and also for converting the substrate to a product is called active site. ഒരു സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് ആണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. An active site is said to have two portions, namely contact site and a catalytic site. The binding of the substrate occurs at the contact site and its catalytic conversion to the product occurs at the catalytic site. അപ്പോൾ ഒരു ആക്റ്റീവ് സൈറ്റിന് രണ്ട് പോർഷൻസ് ഉണ്ട്, ഒരു കോണ്ടാക്ട് സൈറ്റും രണ്ടാമത്തത് കാറ്റലിറ്റിക് സൈറ്റും. സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ് കോണ്ടാക്ട് സൈറ്റ്. പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സൈറ്റാണ് കാറ്റലിറ്റിക് സൈറ്റ്. Binding of the substrate with the active site of the enzyme occurs through non-covalent bonds. Substrate active site ൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് നോൺ കോവാലന്റ് ബോണ്ട് വഴിയായിരിക്കും. In some conjugated enzymes, one or more regulators or allosteric sites may be present, distinctly separated or away from the active site. Such enzymes are called allosteric enzymes. The molecules capable of binding with the allosteric site are called allosteric regulators. Their effects may be excitatory or inhibitory. Positive regulators are called activators and the negative regulators are called inhibitors. ചില conjugated enzymes ആക്റ്റീവ് സൈറ്റ് പോലെ തന്നെ പക്ഷെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ഒരു സൈറ്റും കൂടി ഉണ്ടാവും. ഇതിനെ അല്ലോസ്റ്റെറിക് സൈറ്റ് അല്ലെങ്കിൽ റെഗുലേറ്റർ സൈറ്റ് എന്ന് പറയും. ഇങ്ങനെയുള്ള എൻസൈംസിനെ അല്ലോസ്റ്റെറിക് എൻസൈംസ് എന്ന് പറയും. ഈ അല്ലോസ്റ്റെറിക് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ
അല്ലോസ്റ്റെറിക് റെഗുലേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് അല്ലോസ്റ്റെറിക് എൻസൈംസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഇതിൽ ഒന്നില്ലെങ്കിൽ പോസിറ്റീവായിട്ട് റെഗുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യും. പോസിറ്റീവ് റെഗുലേറ്റേഴ്സ് ആണെങ്കിൽ അതിന് ആക്ടിവേറ്റേഴ്സ് എന്ന് പറയും. നെഗറ്റീവ് റെഗുലേറ്റേഴ്സ് ആണെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് എന്നും പറയും. Classification and nomenclature. It has been estimated that a living cell contains as many as 10⁴ enzyme molecules. Slightly more than 1,800 kinds of enzymes are known to date, and about 150 of them have been isolated in crystalline form. ഒരു ലിവിങ് സെല്ലിൽ ഏകദേശം 10⁴ എൻസൈം മോളിക്യൂൾസ് ഉണ്ട്. അതിൽ 1800ഓളം തരം എൻസൈംസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏകദേശം 150ഓളം എൻസൈംസ് ക്രിസ്റ്റലൈൻ ഫോമിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുമുണ്ട്. In 1898, the French biochemist Duclos devised a practical scheme for naming enzyme. According to it, the trivial name of an enzyme can be constructed by adding the suffix ase to its substrate. Example, sucrase plus ase is equal to sucrase. 1898 ഫ്രഞ്ച് ബയോകെമിസ്റ്റ് ഡൂക്ലോക്സ് ആണ് എൻസൈംസിന് പേര് കൊടുക്കാൻ ഒരു പ്രാക്ടിക്കൽ സ്കീം തയ്യാറാക്കിയത്. ഇതനുസരിച്ച് സബ്സ്ട്രേറ്റിന്റെ പേരെന്താണോ അതിന്റെ കൂടെ സഫിക്സ് ആയിട്ട് ASE എന്ന് ചേർക്കും. എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. സൂക്രോസ് ഒരു സബ്സ്ട്രേറ്റ് ആണ്, അതിന്റെ കൂടെ ASE ചേർത്ത് വരുമ്പോൾ സൂക്രേസ്. Later on, enzymes were named by using the name of the substrate, name of reaction or both, and the suffix ASE. പിന്നീട് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റിയാക്ഷന്റെ പേര് വെച്ചിട്ട് നെയിം ചെയ്യാൻ തുടങ്ങി. അതിന് എക്സാമ്പിൾ ആണ് യൂറിയേസ്, ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് എക്സെട്ര. In 1961, the Committee on Enzyme Nomenclature adopted a new scheme which is now accepted as the official scheme. According to it, an enzyme is given two names, trivial name and a systematic name. The former is constructed from the name of the substrate, type of the reaction, and the suffix ASE. 1961 കമ്മിറ്റി ഓൺ എൻസൈം നോമൻക്ലേച്ചർ ഒരു പുതിയ സ്കീം അഡോപ്റ്റ് ചെയ്തു. ഇതനുസരിച്ച് എൻസൈംസിന് 2 പേരുണ്ടാവും, ഒരു ട്രൈവിയൽ നെയിമും ഒരു സിസ്റ്റമാറ്റിക് നെയിമും. ട്രൈവിയൽ നെയിം സബ്സ്ട്രേറ്റിന്റെ പേരും ഏത് റിയാക്ഷൻ ആണ്, പിന്നെ സഫിക്സ് ആയിട്ട് ASEയും ചേർത്തിട്ടാണ്. അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ലാക്റ്റിക് ആസിഡ് പ്ലസ് ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ആണ്, പിന്നെ ASEയും കൂടി ചേർത്ത് ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജനേസ്. The systemic name also is constructed from the substrate, type of reaction, and ending ase, but in a different way. സിസ്റ്റമിക് നെയിമും ഇതുപോലെ തന്നെ സബ്സ്ട്രേറ്റും ടൈപ്പ് ഓഫ് റിയാക്ഷനും ASEയും ഒക്കെ ചേർത്തിട്ട് തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. എക്സാമ്പിൾ കൊടുത്തേക്ക് നോക്കിയേ. ലാക്റ്റിക് ആസിഡ് പ്ലസ് NAD പ്ലസ് ഓക്സിഡോ റിഡക്ഷൻ പ്ലസ് ASE. പിന്നെ ലാക്റ്റിക് ആസിഡ് NAD ഓക്സിഡോ റിഡക്റ്റേസ് എന്നാണ് പറയുന്നത്. കുറച്ച് എൻസൈംസും ഇതൊക്കെയാണ് നോമൻക്ലേച്ചർ ഓഫ് സം എൻസൈംസ്. ട്രൈവിയൽ നെയിമും സിസ്റ്റമാറ്റിക് നെയിമും. ലാക്റ്റിക് ആസിഡ് ഡീഹൈഡ്രോജനേസിന് ലാക്റ്റിക് ആസിഡ് NAD ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറയും സിസ്റ്റമിക് നെയിമില്. ദെൻ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, സിസ്റ്റമിക് നെയിം ആൽക്കഹോൾ NAD ഓക്സിഡോ റിഡക്റ്റേസ്. Then glucose oxidase, beta D glucose oxygen oxidoreductase. Then hexokinase, ATP dehexose 6-phosphortransferase. Then carboxyl esterase, carboxyl ester hydrolase. Then urease ആണെങ്കിൽ urea amido hydrolase. Then acetyl coenzyme A, synthetase ആണെങ്കിൽ acetyl coenzyme A ligase.
In 1961, based on the nature of the reaction, the International Union of Biochemistry has recognized 6 classes of enzymes as follows. 1961 റിയാക്ഷന്റെ നേച്ചർ അനുസരിച്ച് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി 6 ക്ലാസസ് ഓഫ് എൻസൈംസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓക്സിഡോ റിഡക്റ്റേസ്, enzymes involved in oxidation reduction reaction. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് നടത്തുന്ന എൻസൈംസ് ആണിത്. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യും. ഇതിന് എക്സാമ്പിൾ ആണ് ഓക്സിഡേസ്, പെറോക്സിഡേസ്, dehydrogenase etc. Then next one ആണ് transferase. Reactions which involve the transfer of a chemical group from one substrate to another. ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഏതെങ്കിലും ഒരു കെമിക്കൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. എക്സാമ്പിൾ ആണ് ഫോസ്ഫോറേറ്റ് ട്രാൻസ്ഫറേസസ്, ട്രാൻസാമിനേസസ് ഒക്കെ. Then hydrolases, enzymes involved in hydrolytic breakdown of chemical bonds. Example peptidases, glycosidases, esterases etc. വാട്ടർ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും കെമിക്കൽ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്ന എൻസൈംസ് ആണ് ഹൈഡ്രോലേസസ്. എക്സാമ്പിൾ ആണ് പെപ്റ്റിഡേസസും ഗ്ലൈക്കോസിഡേസസും ഒക്കെ. Next one, lyases, enzymes which remove chemical groups from substrate, leaving double bonds or add chemical groups to double bonds. സബ്സ്ട്രേറ്റിന്റെ ഡബിൾ ബോണ്ടിലേക്ക് ഏതെങ്കിലും കെമിക്കൽ ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്യോ റിമൂവ് ചെയ്യോ ചെയ്യുന്ന എൻസൈംസ് ആണ് ലയേസസ്. എക്സാമ്പിൾ ആണ് ആൻഹൈഡ്രേസസ്, ഡീകാർബോക്സിലേസസ് etc. Then isomerases, enzymes which catalyze the isomerization of substrate. Example epimerases, mutases. Isomerization reactions അല്ലെങ്കിൽ molecular reorganizations നടത്തുന്ന എൻസൈംസ് ആണ് isomerases. Then ligases, enzymes which catalyze the condensation polymerization of molecules through covalent bonding accompanied by the cleavage of an energy bond of ATP or another triphosphate. ATP യിൽ നിന്ന് കിട്ടുന്ന എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടത്തുന്ന എൻസൈംസ് ആണ്. ഒരു കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും നടത്തുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പെപ്റ്റിഡൈഡ് സിന്തേറ്റേസ്, DNA ligase etc. Mechanism of enzyme action. Theories of enzyme action. An enzyme action involves 3 aspects. First one, the enzyme induced lowering of the energy of activation. Second one, the high specificity of enzyme action. Third one, the precise regulation of catalytic processes under biological conditions. ഈ എൻസൈംസിന്റെ മെക്കാനിസം പറയുമ്പോൾ എൻസൈംസ് എപ്പോഴും ചെയ്യുന്നത് എൻസൈമിന്റെ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു എൻസൈമിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് 3 ആസ്പെക്ട് ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നാമത്തത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കും, രണ്ടാമത്തെ ഹൈ സ്പെസിഫിസിറ്റി ആയിരിക്കും, മൂന്നാമത്തത് കാറ്റലിറ്റിക് പ്രോസസ്സ് പ്രിസൈസ് ആയിട്ട് റെഗുലേറ്റ് ചെയ്തിരിക്കും. The enzyme substrate complexing hypothesis. A significant advancement in the understanding of enzyme action was the formulation of the enzyme substrate complexing hypothesis by Linor Michaelis and Maud Menten in 1931. 1931 ലിനർ മൈക്കലീസും മോഡ് മെന്റനും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിംഗ് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തതോടുകൂടിയാണ് എൻസൈം പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ഒരു സുപ്രധാന പുരോഗതി ഉണ്ടായത്. According to this hypothesis, the enzyme first selectively reacts with the substrate, then enters into a brief
an intermediate combination with it, and finally forms an unstable and highly reactive enzyme-substrate complex with a rate constant K1. ഈ ഹൈപ്പോത്തസിസ് അനുസരിച്ച് എൻസൈംസ് സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു അൺസ്റ്റേബിൾ ആൻഡ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1 എന്ന് റിപ്രസെന്റ് ചെയ്യാം. ES has two possible fate. It may dissociate to E and S with a rate constant K2. ഈ ES കോംപ്ലക്സിന് രണ്ട് ഫേറ്റ് ഉണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ച് Eയും Sഉം ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാം. ഈ റിവേഴ്സിബിൾ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് K2 എന്ന് പറയുന്നത്. അത് നോക്കിയാൽ കാണാം E പ്ലസ് എസ് ES കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യാം. ഈ ES കോംപ്ലക്സിന് തിരിച്ച് EU Sഉം ആയിട്ട് തന്നെ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കാം വിത്ത് എ റേറ്റ് കോൺസ്റ്റന്റ് K2 കണ്ടോ. ഇനി നെക്സ്റ്റ് the substrate may transform to a product and the enzyme substrate complex become enzyme product complex EP with a rate constant K3. ഈ ESലെ സബ്സ്ട്രേറ്റിന് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനു മുമ്പ് അതൊരു ഈ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും വിത്ത് എ റേറ്റ് കോൺസ്റ്റന്റ് K3 കണ്ടോ. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ് with a rate constant K3. This complex soon break up into enzyme and product. ഈ കോംപ്ലക്സ് പിന്നീട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എൻസൈമും പ്രൊഡക്റ്റും ആയിട്ട് മാറും. According to Michaelis-Menten theory, the process of enzyme catalysis is completed in 3 stages as follows. First one, the diffusion of the substrate to the enzyme and its stereospecific binding with the active site to form the enzyme substrate complex. Michaelis-Menten theory അനുസരിച്ച് enzyme catalysis complete ചെയ്യുന്നത് 3 സ്റ്റേജിലാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻസൈം ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഇവിടെ കാണിച്ചിട്ടുണ്ട്. The next one, the conversion of primary enzyme substrate complex into one or more activated enzyme substrate complexes and finally to an enzyme product complex. Primary enzyme substrate complex ഒന്നോ അതിലധികമോ ആക്ടിവേറ്റഡ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നീട് അത് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യും. നെക്സ്റ്റ് വൺ, ഡിറ്റാച്ച്മെന്റ് ഓഫ് ദ റിയാക്ഷൻ പ്രോഡക്റ്റ് ഫ്രം ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് ദ എൻസൈം ആൻഡ് ഇറ്റ്സ് ഡിഫ്യൂഷൻ ടു ദ മീഡിയം. എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റ് ഡിറ്റാച്ച് ചെയ്ത് മാറും. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. Enzyme substrate interaction. Two hypotheses have been proposed to explain the conformation of the active site and the physical mechanism of enzyme substrate complexing. They are the lock and key hypothesis by Emil Fischer and the induced fit hypothesis of Daniel Koslak Jr. 1962. ഈ ആക്റ്റീവ് സൈറ്റിന്റെ കൺഫോർമേഷനും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ്ങും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 2 ഹൈപ്പോത്തസിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒന്നാമത്തെയാണ് ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിസ്, രണ്ടാമത്തത് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തസിസ്. ഇതൊക്കെയാണ് നോക്കാം. Lock and key hypothesis. Lock and key hypothesis is the concept that there exists strict structural complementarity and absolute specificity between a substrate and active site of an enzyme. ഈ ഹൈപ്പോത്തസിസ് അനുസരിച്ച് എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യാൻ പാകത്തിനുള്ളതായിരിക്കും. The substrate can be taken as a key and active site of an enzyme as the lock. Lock and key hypothesis accounts for extreme enzyme substrate specificity.
ഈ ഡിഫറെന്റ് കൺഫോർമേഷൻ ആയിട്ടുള്ള സബ്സ്ട്രേറ്റിന് വന്ന് ബൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ സബ്സ്ട്രേറ്റിനെ കീ ആയിട്ടും എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിനെ ലോക്ക് ആയിട്ടുമാണ് കണക്കാക്കുന്നത്. ഒരു കീ ഒരു ലോക്കിൽ എങ്ങനെ ഫിറ്റ് ആവുന്നോ അതുപോലെയാണ് സബ്സ്ട്രേറ്റും എൻസൈംസും. Lock and key hypothesis does not account for the flexibility of the enzyme and also for the relative specificity in which several enzymes with a different conformation can bind with the same substrate. The induced fit hypothesis appears to resolve these shortcomings. അപ്പോൾ ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈമിന്റെ ഫ്ലെക്സിബിലിറ്റി ഇവിടെ കണക്കാക്കുന്നില്ല. കൂടാതെ ഒരു സബ്സ്ട്രേറ്റ് തന്നെ പല കൺഫോർമേഷനിലുള്ള എൻസൈമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തസിസ്. Induced fit hypothesis. Induced fit hypothesis is the concept that conformational changes may take place at the active site when substrate comes in contact with the enzyme. ഈ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തസിസ് അനുസരിച്ച് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ ഒരു കൺഫോർമേഷണൽ ചേഞ്ച് സംഭവിക്കുമെന്നാണ് പറയുന്നത്. The cardinal points of the induced fit hypothesis are the following. First one, the active site of an enzyme need not be exactly matching with the substrate. Second one, a precise orientation of the functional group of the enzyme is necessary for enzyme-substrate complexing. ഈ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തസിസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ, എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് സബ്സ്ട്രേറ്റിന്റെ എക്സാക്ട് മാച്ച് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. രണ്ടാമത്തത്, ഒരു എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് 12 to 16 അമിനോ ആസിഡ് റെസിഡ്യൂ ചേർന്നിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയും. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ശരിയായിട്ട് ഓറിയന്റ് ചെയ്ത് കഴിഞ്ഞാലേ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിങ് നടക്കത്തുള്ളൂ. During enzyme action, there occurs a stereospecific binding between the substrate and the active site of the enzyme. This is followed by secondary bindings and conformational changes in the enzyme. ആദ്യം സബ്സ്ട്രേറ്റും എൻസൈംസും തമ്മിൽ ഒരു സ്റ്റീരിയോസ്പെസിഫിക് ബൈൻഡിങ് നടക്കും. അതിനുശേഷം എൻസൈംസിൽ ഒരു കൺഫോർമേഷണൽ ചേഞ്ച് സംഭവിക്കും. Fourth one, the binding of the substrate with the active site induces the reorientation of the functional groups. This in turn causes conformational changes in the enzyme and the formation of a matching platform for the attachment of the substrate. ഇങ്ങനെ ഒരു സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ ഒരു റീഓറിയന്റേഷൻ നടക്കും. ഇങ്ങനെ സബ്സ്ട്രേറ്റിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് ഒരു മാച്ചിങ് പ്ലാറ്റ്ഫോം അങ്ങനെ അവിടെ ഫോം ചെയ്യും. When a substrate analog happens to come into contact with the enzyme, some structural changes may take place in the enzyme, but the required reorientation of the functional groups will not occur. So the proper enzyme substrate complexing and the subsequent reaction will not occur. ഇനി ശരിക്കുള്ള സബ്സ്ട്രേറ്റ് അല്ല, ഒരു സബ്സ്ട്രേറ്റ് അനലോഗ് ആണ് വരുന്നെങ്കിൽ എൻസൈംസിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഒക്കെ സംഭവിക്കാം. പക്ഷെ ആക്റ്റീവ് സൈറ്റിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ശരിയായിട്ട് ഓറിയന്റ് ചെയ്യില്ല. സോ പ്രോപ്പർ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യില്ല. The contact with the substrate induces the active site to undergo conformational changes and also to adopt a suitable conformation for the substrate binding. Remaining portions നമുക്ക് next class